കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വഖഫാണ്. ഈ വഖഫ് വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ബി.ജെ.പിക്ക് ഗുണകരമായി മാറാനുള്ള ഒരു ശ്രമമുള്ളതായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് തന്നെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കളാണ്. ഇതെങ്ങനെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനിക്കുക? ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുനമ്പം വിഷയം അതുപോലെ തന്നെ വഖഫ് നിയമം ഇത് വളരെ പ്രതികൂലമായി കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. CPM-നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരുടെ വോട്ട് ബാങ്കും ഈ വഖഫ് നിയമവുമായിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടാണ്. അപ്പോൾ അവർക്ക് ഈ മുനമ്പം സമരത്തിൽ അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കുന്ന ക്രൈസ്തവരെ ഒഴിവാക്കാൻ പറ്റില്ല. അവർ രംഗത്ത് വന്നേ മതിയാവുള്ളൂ. മറ്റൊരു പ്രശ്നമുള്ളത്, ഇത് മുനമ്പം എന്ന് പറയുന്നൊരു വിഷയത്തിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമല്ല. വഖഫ് നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ കാതൽ നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിന് എതിരാണ്. വഖഫ് ബോർഡിന് ഇഷ്ടമുള്ള സ്ഥലം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞൊരു നിയമം, അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നൊരു നിയമം ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അപഹാസ്യമായൊരു നിയമമാണ്. അതിനെതിരെയായിരിക്കും ക്രൈസ്തവർ മുന്നോട്ട് വരുന്നത്. ഈ വിഷയം വലിയ രീതിയിൽ കത്തിച്ചത് ബി.ജെ.പി ആണ്. നിരന്തരം ഇടപെടുകയും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആ സമരപന്തൽ സന്ദർശിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് രാഷ്ട്രീയമായി ഉപകാരപ്പെടുമോ? അവരിപ്പോൾ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ക്രൈസ്തവ വോട്ടുകൾ നേടണമെന്ന ലക്ഷ്യവുമായാണ്. അപ്പോൾ അവർക്കൊരു ചൂണ്ടയാണോ ഇത്? തീർച്ചയായിട്ടും അതിനകത്ത് ബി.ജെ.പിക്ക് ഇത് ഗുണകരമായി വരുമോ എന്ന് നമുക്കറിയാൻ കഴിയണമെങ്കിൽ ബി.ജെ.പി നേതൃത്വം, പ്രത്യേകിച്ച് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. 2019 ശബരിമല വിഷയം വന്നു. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ബി.ജെ.പിയുടെ ക്രെഡിബിലിറ്റി പോയി. അന്നത്തെ പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരമാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ സ്വീകരിക്കേണ്ട സകല തന്ത്രങ്ങളും തകർന്നടിഞ്ഞു പോയി. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ വാക്കും സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരം എത്ര കാലമായിട്ട് കേരളത്തിലുണ്ട്? 2016 തൊട്ട് സുവർണാവസരമാണ് ഇവിടെ ഉള്ളത്. അത് ഉപയോഗിക്കാൻ കഴിയുന്നൊരു നേതൃത്വം ബി.ജെ.പിക്ക് ഇല്ല പോയി എന്നുള്ളതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം, സുരേന്ദ്രന് അത്ര ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ കഴിവോ ചാതുര്യമോ ഉള്ള ഒരു നേതാവല്ല. അദ്ദേഹം ഫ്ലോട്ട് ചെയ്യായിരുന്നു, വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന മോദി തരംഗത്തിൽ കേരളത്തിലെ ബി.ജെ.പിയും സുരേന്ദ്രനും ഒഴുകി നടക്കുകയാണ് ചെയ്തത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു അത്ഭുതവും സുരേന്ദ്രൻ ഇവിടെ കാണിച്ചിട്ടില്ല. സുരേന്ദ്രൻ ചെയ്തതൊക്കെ ബി.ജെ.പിയെ പ്രതികൂലമായി ബാധിച്ചതല്ലാതെ സുരേന്ദ്രൻ്റെ ഏതെങ്കിലും ഒരു നിലപാട് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ? 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞു, എത്ര അപഹാസ്യനായി. ശ്രീധരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞു, എത്ര അപഹാസ്യനായി. അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു IQ അനുസരിച്ച് അതേ സുരേന്ദ്രൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര പരിണതപ്രജ്ഞനായ ഒരു നേതാവൊന്നുമല്ല അദ്ദേഹം. അദ്ദേഹം ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. അദ്ദേഹത്തെ കൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഈ ചുമതല 5 വർഷം ഏൽപ്പിച്ച കേന്ദ്രത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവികളെ കൊണ്ട് നമുക്ക് സഹതിപ്പിക്കാനേ കഴിയത്തുള്ളൂ. ഒരു രാഷ്ട്രീയമായ വിവരക്കേടിന് വിവരമില്ലായ്മയോടെ നമുക്ക് സഹതിപ്പിക്കാനല്ലേ കഴിയുള്ളൂ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ അദ്ദേഹം ഒരു സാധാരണ പൊളിറ്റീഷ്യനല്ല, അദ്ദേഹം ഒരു വ്യവസായിയാണ്. ആ വ്യവസായിയാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. വ്യവസായികൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ 3-4 പഞ്ചായത്ത് 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി പിടിച്ചെടുത്തില്ലേ. സാബു എന്ന് പറയുന്ന ഒരു വ്യവസായി വളരെ ഫലപ്രദമായി കിറ്റക്സ് 2-3 പഞ്ചായത്തിനെ നിയന്ത്രിക്കാൻ കഴിയും. പഞ്ചായത്തിന് അപ്പുറത്തോട്ട് 2020 വളർത്താനുള്ള പ്രാവീണ്യമോ കഴിവോ ദീർഘവീക്ഷണമോ സാബുവിനില്ലാത്തതുകൊണ്ട് അത് ആ പഞ്ചായത്തിൽ ഒതുങ്ങി നിന്നു. അതിനപ്പുറത്തോട്ട് ആ പാർട്ടിയെ കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവ് സാബുവിനുണ്ടായിരുന്നില്ല. സാബുവിന് പണമുണ്ട്, കഴിവുണ്ട്, ധീരമായി പറയുന്ന ആളൊക്കെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. പാർട്ടിയെ കൊണ്ടുപോകാൻ ഒരാളുടെ കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ പാർട്ടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? അങ്ങനെ അന്ന് കേരളത്തിലെ യൂസഫലിക്ക് നല്ലൊരു പാർട്ടി. വഖഫും മുനമ്പം വിഷയവുമെല്ലാം ക്രൈസ്തവരെ ബി.ജെ.പിയുമായി അടുപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? UDF എന്ന അവർ പാരമ്പര്യമായി തന്നെ UDF-ന് കീഴിൽ നിൽക്കുന്ന ആ ജനവിഭാഗം അങ്ങനെ ബി.ജെ.പിയിലേക്ക് പെട്ടെന്ന് മാറാനുള്ള സാധ്യതയുണ്ടോ? ബി.ജെ.പിക്ക് പെട്ടെന്ന് മാറേണ്ട കാര്യമില്ലല്ലോ. കാരണം വെച്ചാൽ ബി.ജെ.പിയെ ക്രൈസ്തവരെ ബി.ജെ.പിയുമായി അടുപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എത്ര കാലമായി കേരളത്തിൽ നിൽക്കുന്നു. അത് മുതലെടുക്കാൻ ഇവർക്ക് കഴിയാതെ പോയി എന്നുള്ളതല്ലേ ഉള്ളൂ. അതായത് TJ ജോസഫ് എന്ന് പറയുന്ന അധ്യാപകൻ്റെ കൈവിട്ടുന്നു. അത് പള്ളി അധികാരികൾ അദ്ദേഹത്തിനെ കൈവിട്ടെങ്കിലും സാധാരണ ക്രൈസ്തവർ അദ്ദേഹത്തോടൊപ്പം നിന്നത് പള്ളി അധികാരികൾക്ക് അവരുടെ ബിസിനസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരത് ചെയ്തത്.
അല്ലെ ഭീരുത്വമാണ് അവരെ നയിച്ചത്. അതുകൊണ്ടാണ് അവരത് ചെയ്തത്. രണ്ടാമത് പിന്നെ അരിയും മലരും ഒക്കെ കരുതാനും കുന്തിരിക്കാൻ കരുതാനും പരസ്യമായി മുദ്രാവാക്യം വിളിച്ചു. ശക്തമായി പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞു. മൂന്നാമത് പാലാ ബിഷപ്പിനെ ഉപരോധിച്ചു. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പൂഞ്ഞാറിൽ ഒരു പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് മോട്ടോർ ബൈക്ക് ഓടിച്ചു കയറ്റി അച്ഛനോട് അപമര്യാദമായി പെരുമാറി. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അപ്പോൾ ക്രിസ്ത്യാനികൾ ഇതൊക്കെ എത്രയോ കാലമായിട്ട് നിശബ്ദമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാത്തതും ബി ജെ പിക്ക് അനുകൂലമായി വരാത്തതും അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന യോഗ്യനെന്ന് അവർ കരുതുന്ന ഒരു നേതാവ് ബി ജെ പിക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ സുരേന്ദ്രൻ, മുരളി ഇവരെ ഒന്നും പിന്നെ അവർ അങ്ങനെ അവരുടെ വിശ്വാസത്തിൽ നിന്നും എടുക്കില്ല. അവർക്ക് ഒരു പരിധിവരെ ശ്രീധരൻപിള്ളയോടെ സഭകൾക്ക് അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ശ്രീധരൻപിള്ള നടത്തിയ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ മുന്നോട്ടുള്ള പോക്കത് ബുദ്ധിമുട്ടായിട്ട് തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബി ജെ പി ക്രൈസ്തവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം ബി ജെ പിക്ക് ഏതാണ്ട് ഉണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ അതിന് സാമർഥ്യമുള്ള ആളാണ്, നല്ല വ്യവസായിയാണ്. നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ ബി ജെ പി പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പം ഷോൺ ജോർജ് നല്ല സമർത്ഥനായ നേതാവാണ്. പി സി ജോർജ് ഒരു നിയന്ത്രണമില്ലാതെ സംസാരിക്കും. പക്ഷേ ഷോൺ ജോർജ് അങ്ങനെയല്ല. ഷോൺ ജോർജ് പ്രയോഗിക്കുന്ന ഓരോ വാക്കും ആലോചിച്ചുറപ്പിച്ച് മാത്രമേ പറയുള്ളൂ. അപ്പോൾ വികാരമാണ് പി സി ജോർജിനെ നയിക്കുന്നതെങ്കിൽ വിചാരമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനെ നയിക്കുന്നത്. ഷോൺ ജോർജ് എൻ്റെ വിശ്വാസമനുസരിച്ച് ബി ജെ പിക്ക് ഒരു അസറ്റ് തന്നെയാണ്. കാരണം വളരെ സമർത്ഥനായ ചെറുപ്പക്കാരനാണ് ഷോൺ ജോർജ്. അപ്പം ഷോൺ ജോർജ് ഇത്രയും ഒരു വിഷയം കൃത്യമായി പിക്ക് ചെയ്യാൻ ബി ജെ പിക്ക് ഇത്രയും സമയമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വഖഫ് മുനമ്പം വിഷയമല്ല അല്ല, അത് ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുനമ്പത്ത് ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് കാര്യമിരിക്കുന്നു? മുനമ്പത്തെ പ്രശ്നമല്ല ഇത്. വഖഫ് നിയമം എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. മുനമ്പത്ത് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാം, നമുക്കാർക്കും സംഭവിക്കാം. കാരണം 955 നിയമം അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 40-ാം അനുച്ഛേദം അതാണ് പറയുന്നത്. വഖഫ് ബോർഡിന് ഒരു സ്വത്ത് തങ്ങളുടേതാണെന്ന് തോന്നിയാൽ, നിയമപരമായിട്ട് അതിന് തെളിവൊന്നും വേണ്ട, തോന്നിയാൽ നിലവിലുള്ള എല്ലാ രജിസ്ട്രേഷൻ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് വഖഫിനത് സ്വന്തമാക്കാം എന്നുള്ള ആ വഖഫ് നിയമത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് ഒന്ന് വിശദീകരിക്കാൻ ബി ജെ പിയിൽ ഏത് നേതാവിനെ കഴിഞ്ഞത്? അവിടെ പോയി പിന്നെ മുനമ്പത്ത് അവിടെ പോയിരിക്കും, അവർ ചായയും ഒരു ഉഴുന്നൂടെയും കൂടെ കൊടുക്കും, അത് തിന്നും, അവിടെ നിന്നുകൊണ്ട് മൈക്കിൻ്റെ മുന്നേ കുറേ അട്ടഹസിച്ച് തിരിച്ചു പോരും. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ എടുക്കില്ല. അതാണ് പറഞ്ഞത്, ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇല്ല. അത് കുറേ കാലമായും ഇല്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി കിട്ടിയ ഈ മുനമ്പം സാഹചര്യം ഇത് അവസാനത്തെ സാഹചര്യമാണ്. ഇതിനും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു, ഇവരാരും അത് പ്രയോജനപ്പെടുത്തിയില്ല. രാജീവ് ചന്ദ്രശേഖരന് പ്രോപ്പറായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഇത് ഇവർ പോയി പിന്നെ മതമേലധ്യക്ഷന്മാരോടല്ല പറയേണ്ടത്, ഇവർ കേരളത്തിലെ ക്രൈസ്തവരെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അതിനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്താം, അതിനാവശ്യമായ ചർച്ചകൾ സംഘടിപ്പിക്കാം. CPM എന്താ ചെയ്യുന്നത്? CPM പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ 140 കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവർ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തി. 140 കോൺസ്റ്റിറ്റ്യുവൻസി നടത്തി. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും ഇന്ത്യയുടെ ആപത്ത് കാലത്ത് ഇസ്രായേലാണ് നമ്മളെ സഹായിച്ചത്. അവരെ ആപത്തിപ്പെട്ടിരിക്കുമ്പോൾ സാങ്കേതികമായിട്ട് അവരെ സഹായിക്കേണ്ട ബാധ്യത നോക്കണം. അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ വിഷയം ഇതാണ്, ഇസ്രായേലിൻ്റെ സ്റ്റാൻഡ് ഇതാണ് പാലസ്തീൻ്റെ സ്റ്റാൻഡ്, അവർ ചെയ്തത് ഇന്നതൊക്കെയാണ്, ഇസ്രായേൽ ചെയ്യുന്ന ഇതൊക്കെയാണ്. അതൊന്ന് വിശദീകരിക്കാൻ ബി ജെ പി കഴിഞ്ഞു. എന്താ കഴിയാതെ പോയത്? ബി ജെ പിക്ക് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയ കേഡറില്ല. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ശ്രദ്ധിക്കേണ്ടത്. ഇത് ജനങ്ങളോട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് കാര്യമില്ല, സംസ്ഥാന നേതാക്കന്മാരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രാദേശികമായി ജനങ്ങളോട് രാഷ്ട്രീയം വിശദീകരിക്കേണ്ടത് പ്രാദേശിക നേതാക്കന്മാരാണ്. പ്രാദേശിക നേതാക്കന്മാരിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രാദേശിക നേതാക്കന്മാരുടെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് ബി ജെ പിക്കുണ്ടോ? കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രാദേശികമായി അവർക്കുള്ള വ്യക്തിപരമായ ബന്ധമുള്ള ഒരു പ്രാദേശിക നേതാവ് ബി ജെ പിക്കുണ്ടോ? അപ്പോൾ ബി ജെ പിയിലെ വളരണമെങ്കിൽ അവർ പ്രാദേശിക നേതാക്കന്മാർക്ക് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് കാലാകാലങ്ങളിലുള്ള രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ EMS അക്കാഡമിയുണ്ട്. അവിടെ കൃത്യമായിട്ട് അവർ സ്റ്റഡി ക്ലാസ് നടത്തുന്നുണ്ട്. പാർട്ടി എടുക്കുന്ന ഓരോ നിലപാടും അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അണികളെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അണികൾക്കത് ബോധ്യപ്പെടുന്നോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം. പാർട്ടി അതിന് ശ്രമം നടത്തുന്നുണ്ട്. ബി ജെ പിക്ക് ഇനി വല്ല സമയമുണ്ടോ, സംവിധാനമുണ്ടോ, അതിനെക്കുറിച്ച് ഈ നേതാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ആലോചിക്കേണ്ടത് ബി ജെ പിയുടെ കേഡറിനെ
പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആക്കണം, എംപവേർഡ് ആക്കണം. അതിന് വരുന്ന സ്ട്രാറ്റജിയാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിക്കേണ്ടത്. അത്തരം ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചാൽ മാത്രമേ ഈ മുനമ്പം വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ക്രൈസ്തവരെ കൂടെ നിർത്താൻ പറ്റൂ. മുനമ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സുവർണാവസരമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ 2-3 കോൺഫറൻസുകളിലോ മീറ്റിങ്ങുകളിലോ സംസാരിച്ചാലൊന്നും കേരളത്തിലെ ക്രൈസ്തവരങ്ങനെ ചെല്ലില്ല. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാനും ഒപ്പം ആദരിക്കാനും അതൊരു വലിയ പ്രശ്നമാണ്. ഒരു നേതാവ് ആദരവ് നേതാവായതുകൊണ്ട് കിട്ടത്തില്ലല്ലോ. അത് നേതാവിൻ്റെ പ്രവൃത്തി കൊണ്ടും നേതാവിൻ്റെ ചിന്താഗതികൾ കൊണ്ടും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെങ്കിലേ ആദരവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ആദരിക്കാനും അംഗീകരിക്കാനും കഴിയുന്ന ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു. പക്ഷേ വളരെ സങ്കീർണമായ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന BJPയെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. മുനമ്പം വിഷയം സംശയിക്കേണ്ട കാര്യമില്ല. BJPക്ക് കിട്ടിയ വലിയൊരു അവസരം തന്നെയാണ്. ക്രൈസ്തവരെ അവരോടൊപ്പം ചേർത്ത് നിർത്താൻ അവർക്ക് അവസരം കിട്ടിയിരിക്കുന്നു. പക്ഷേ അതെങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ഹാൻഡിൽ ചെയ്യും, അത് പ്രയോജനപ്പെടുത്തും, അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.